ലെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജി ആണ് അല്ലേ. പഠന സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്ര പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സമഗ്രതാവാദത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷേത്ര സിദ്ധാന്തം, കേർട്ട് ലെവിന്റെ ഫീൽഡ് തിയറിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് കേർട്ട് ലെവിൻ. കേർട്ട് ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കേട്ടോ. ആധുനിക സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് കേർട്ട് ലെവിൻ. എന്താണ്? ആധുനിക സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് കേർട്ട് ലെവിൻ. ഗ്രൂപ്പ് ഡൈനാമിക്സിനെ കുറിച്ചും സംഘടനാ വികസനത്തെ കുറിച്ചും ആദ്യമായി പഠനം നടത്തിയ വ്യക്തിയാണ് കേർട്ട് ലെവിൻ ട്ടോ. എന്തിനൊക്കെയാണ്? ഗ്രൂപ്പ് ഡൈനാമിക്സും സംഘടനാ വികസനത്തെ കുറിച്ചും ആദ്യമായിട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് കേർട്ട് ലെവിൻ. ഓക്കെ, ഇദ്ദേഹം ഒരു ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. കേർട്ട് ലെവിന്റെ അഭിപ്രായത്തിൽ അനേകം ആകർഷണ വികർഷണ ശക്തികൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളുടെ ജീവിത രംഗസ്ഥലമാണ് ക്ഷേത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കേർട്ട് ലെവിന്റെ അഭിപ്രായത്തിലാണ് കേട്ടോ. അനേകം ആകർഷണ വികർഷണ ശക്തികൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളുടെ ജീവിത രംഗസ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാലൻസ് ആൻഡ് വെക്ടേഴ്സ്. എന്താണ് വാലൻസ് എന്നും എന്താണ് വെക്ടേഴ്സ് എന്നും കൂടെ നോക്കാം. വസ്തുവിനോടുള്ള വ്യക്തിയുടെ ആകർഷണം അറിയപ്പെടുന്നതാണ് വാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസ് എന്ന് പറഞ്ഞാൽ വസ്തുവിനോടുള്ള വ്യക്തിയുടെ ആകർഷണം അറിയപ്പെടുന്ന പേരാണ് വാലൻസ് എന്ന് പറയുന്നത്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്ന ശക്തികളാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ശക്തി ഉണ്ടാവും, ആ ശക്തികളാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാലൻസും വെക്ടേഴ്സും എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അത് ചോദിച്ചിട്ടുള്ളതാണ്. കേർട്ട് ലെവിന്റെ ഫീൽഡ് തിയറിയിൽ ക്ഷേത്ര സിദ്ധാന്തത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് B = F × PE. എന്താണ് B = F × PE? എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്ക് നോക്കാം. B എന്ന് പറയുന്നത് ബിഹേവിയർ. എന്താണ്? ബിഹേവിയർ, വ്യവഹാരം. F എന്ന് പറയുന്നത് ഫങ്ഷൻ, പ്രവർത്തനം, ഏകതാബന്ധം എന്നൊക്കെ പറയും. P എന്ന് പറയുന്നത് പേഴ്സൺ, വ്യക്തി. ഓക്കെ, E എന്ന് പറയുന്നത് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ സമഗ്ര മനഃശാസ്ത്ര പരിസ്ഥിതി സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് പരിസ്ഥിതി, എൻവിറോൺമെന്റൽ. ഓക്കെ, അപ്പൊ ഇതാണ് B = F × PE എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ വ്യവഹാരം അല്ലെങ്കിൽ വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ മാനസിക ചുറ്റുപാടും ചേർന്നുള്ള പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയുടെ വ്യവഹാരം അല്ലെങ്കിൽ വ്യക്തിത്വം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ആ വ്യക്തിയും, വ്യക്തി, പേഴ്സൺ, P, ഓക്കെ, അദ്ദേഹത്തിന്റെ മാനസിക ചുറ്റുപാടും ചേർന്നുള്ള, അതാണ് E എന്ന് പറയുന്നത്, എൻവിറോൺമെന്റൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ മാനസിക ചുറ്റുപാടും ചേർന്നുള്ള പ്രവർത്തനവും, ഫങ്ഷൻ, ഓക്കെ, F, പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ത്? ഒരു വ്യക്തിയുടെ വ്യവഹാരം അല്ലെങ്കിൽ വ്യക്തിത്വം രൂപപ്പെടുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ഇക്വേഷൻ കൊണ്ട്, ആ ഒരു ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. B = F × PE. B എന്ന് പറയുന്നത് വ്യവഹാരം, വ്യക്തിത്വം, അതാണ് ഉദ്ദേശിക്കുന്നത്. B ഉണ്ടാവണമെങ്കിൽ, B രൂപപ്പെടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമ്മൾ? ആ വ്യക്തി എന്ന് പറയുന്നത് പേഴ്സൺ, P എന്ന് പറയണം. അദ്ദേഹത്തിന്റെ മാനസിക ചുറ്റുപാടും, ഈ മാനസിക ചുറ്റുപാട്, ഓക്കെ, അതും പിന്നെന്താണ്? Fഉം കൂടെ ചേരുന്നുണ്ട് അല്ലേ. F എന്ന് പറയുന്നത് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് കേർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണ് ജീവിതരംഗം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ജീവിതരംഗം? ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃശാസ്ത്ര പരിസ്ഥിതി, ഓക്കെ, അത് ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണ്. ഇതാണ് ജീവിതരംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിയിൽ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി രൂപപ്പെടുന്ന മാനസിക ക്ഷേത്രമാണ് ജീവിതരംഗം എന്നും നമുക്ക് പറയാം. ഒരു വ്യക്തിയിൽ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി രൂപപ്പെടുന്ന മാനസിക ക്ഷേത്രമാണ് ജീവിതരംഗം എന്ന് നമുക്ക് പറയാം. ദെൻ വ്യക്തിയുടെയും പരിസ്ഥിതിയുടെയും
ഫലമാണ് സ്വഭാവം എന്ന് കേർട്ട് ലെവിൻ ഫീൽഡ് തിയറിയിൽ അഭിപ്രായപ്പെട്ടു. അപ്പോൾ കേർട്ട് ലെവിൻ ഫീൽഡ് തിയറിയിൽ അഭിപ്രായപ്പെട്ടത് എന്താണ്? വ്യക്തിയുടെയും പരിസ്ഥിതിയുടെയും ഫലമാണ് വ്യക്തിത്വം. അതായത് P/E, പേഴ്സൺ ഇൻറ്റു എൻവറോൺമെന്റ് അല്ലേ, ഇസ് ഈക്വൽ ടു ബിഹേവിയർ സ്വഭാവം. ഓക്കെ, അപ്പോൾ വ്യക്തിയുടെയും പരിസ്ഥിതിയുടെയും ഫലമാണ് സ്വഭാവം എന്ന് കേർട്ട് ലെവിൻ ഫീൽഡ് തിയറിയിൽ അഭിപ്രായപ്പെട്ടു. ഈ സിദ്ധാന്തം സാമൂഹ്യ മനഃശാസ്ത്രത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തി എന്നുകൂടെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ സ്വഭാവങ്ങളും പരിസ്ഥിതിയും പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നു എന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവങ്ങളും പരിസ്ഥിതിയും പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് 2-3 PYQ കൂടെ നോക്കാം. വ്യക്തിയും അയാളുടെ പ്രത്യക്ഷണവും പരിസ്ഥിതിയും അടങ്ങുന്നതാണ് ഡാഷ്. എന്താണ്? വ്യക്തിയും അയാളുടെ പ്രത്യക്ഷണവും പരിസ്ഥിതിയും അടങ്ങുന്നതാണ് ക്ഷേത്രം ട്ടോ. ക്ഷേത്രം, ഫീൽഡ് എന്ന് പറയുന്നത്. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ പ്രധാന വക്താവ് ആരാണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. കേർട്ട് ലെവിൻ ആണ് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഫീൽഡ് തിയറിയുടെ പ്രധാന വക്താവ്. ഓക്കെ, സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിന്റെ ആശയങ്ങളുടെ അനുബന്ധമാണ് ഡാഷ്. എന്താണ്? സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിന്റെ ആശയങ്ങളുടെ അനുബന്ധമാണ് ക്ഷേത്ര സിദ്ധാന്തം ട്ടോ. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. ക്വസ്റ്റ്യൻസിന് ഓപ്ഷനൊന്നും ഞാൻ പറയുന്നില്ല, അതിന് വേണ്ടി നമുക്ക് സമയം കളയണ്ട. ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഞാൻ ആൻസർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ സമഗ്ര വീക്ഷണവാദികൾ ഊന്നൽ നൽകിയത് പ്രത്യക്ഷണത്തിനാണ് കേട്ടോ. സമഗ്ര വീക്ഷണവാദികൾ, സമഗ്രതാവാദമില്ലേ, അവിടെ ഊന്നൽ നൽകിയത് പ്രത്യക്ഷണത്തിനാണ്. എന്നാൽ കേർട്ട് ലെവിൻ ഊന്നൽ നൽകിയത് കേന്ദ്ര ആശയം വിശദമാക്കുവാനാണ് കേട്ടോ. സമഗ്രതാവാദികൾ ഊന്നൽ നൽകിയത് പ്രത്യക്ഷണത്തിനാണ്, അത് ഓർത്ത് വെച്ചോളൂ. കേർട്ട് ലെവിൻ ഊന്നൽ നൽകിയത് കേന്ദ്ര ആശയം വിശദമാക്കുവാനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതരംഗം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ്? നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം, കേർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. കേർട്ട് ലെവിനുമായി ബന്ധപ്പെട്ടതാണ് ജീവിതരംഗം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ജീവിതരംഗം എന്നത് മാനസിക പരിസ്ഥിതിയെ പറയുന്ന പേരാണ്. അപ്പോൾ ജീവിതരംഗം എന്നത് ഡാഷ് ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പോൾ എന്ത് പറയാം? ജീവിതരംഗം എന്നത് മാനസിക പരിസ്ഥിതിയെ പറയുന്ന പേരാണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേർട്ട് ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേര് എന്താണെന്ന് അറിയാമോ? കേർട്ട് ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നത്. ഇത് ഓർത്ത് വെക്കാനായിട്ട് സ്കേർട്ടും ടോപ്പും എന്ന് ഓർത്താൽ മതി. സ്കേർട്ട് എന്ന് പറയുന്നത് കേർട്ട് ലെവിൻ, ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ടോപ്പ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ജെനറ്റിക് എപ്പിസ്റ്റമോളജി. ഇത് ആരുടെ സിദ്ധാന്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് ആരുടെ സിദ്ധാന്തത്തെയാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത്? നമുക്കറിയാം ടോപ്പോളജിക്കൽ സൈക്കോളജി കേർട്ട് ലെവിൻ ആണ് അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി. ഇത് ആരുടെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ.